ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, യങ് പ്രൊഫഷണൽ വിസയുടെ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കുന്നു. എത്ര രൂപയാവും സ്റ്റുഡൻസിൻ്റെ കൂട്ട് നമുക്ക് 10-20 ലക്ഷം രൂപ മുടക്കേണ്ടി വരുമോ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണോ, അതുപോലെ ഇത് ഫേക്ക് ആണോ എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്, കമൻറ്റിലൂടെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആരും വിഷമിച്ചില്ലെങ്കിൽ ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമ്മളൊരു ആപ്ലിക്കൻ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയോ ഞാനല്ല മറ്റൊരാൾ ത്രൂ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും കൂടി ചെറിയൊരു എഫേർട്ട് എടുത്ത് ആ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് സത്യമാണോ, അല്ലെങ്കിൽ എലിജിബിലിറ്റി ആർക്കൊക്കെയാണ്, ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റെഫർ ചെയ്യുക, എത്ര ഫീസ് വരും എല്ലാം വ്യക്തമായിട്ട് ഗൂഗിളിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുറേ ഓക്കെ ചേട്ടാ എത്രയാവും അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതിൽ തന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തിരക്കിലായി പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പിന്നെ അതിന് കമൻറ്റ് ഇടുക, നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ട് അങ്ങ് പോയി അതിനെന്തെങ്കിലും മറുപടി ചോദിക്കുമ്പോൾ തന്നില്ല എന്നൊന്നും പറയരുത്. ചിലർ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് ഞാൻ തന്നെ പറയാം. 298 പൗണ്ട് ആപ്ലിക്കേഷൻ ഫീസായിട്ട്, പൗണ്ടിലാണ് പറയുന്നത്, ആപ്ലിക്കേഷൻ ഫീസായിട്ട് കൊടുക്കണം. 1552 പൗണ്ട് ഹെൽത്ത് സർജറിയായിട്ട് കൊടുക്കണം. അതുപോലെ 2530 പൗണ്ട് നമ്മുടെ ഇവിടുത്തെ ചിലവ്, അതായത് UK നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലുള്ള ചിലവിന് നിങ്ങൾ 30 ദിവസം മുമ്പേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് വെച്ചേക്കണം. അങ്ങനെ ടോട്ടൽ 4380 പൗണ്ട് ആണ് നിങ്ങൾ കണ്ടെത്തി വെക്കേണ്ട പൈസ. അതായത് 4.5 ലക്ഷം രൂപ എന്ന് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് പറയാം. അതുകൂടാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ല. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഇത് കിട്ടുമോ, ഉറപ്പായിട്ടും കിട്ടുമോ, ഫേക്ക് ആണോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇത് വെറും ലോട്ടറി പോലെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാം, അതല്ലെങ്കിൽ UK ഗവൺമെൻറ് ഒരു ലോട്ടറി ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5, 6, 7 ലക്ഷം പേര്, മേ ബി ഒരു 10 ലക്ഷം പോയ ആൾക്കാരെന്ന് വെച്ചാൽ ഇന്ത്യ മൊത്തം ആൾക്കാർ ആപ്ലിക്കേഷൻ കൊടുത്തു. അതിനകത്ത് അവർ ഇത്രയും പൈസ അടയ്ക്കുന്നത് 298 പൗണ്ട്സ് വെച്ച് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് 10 ലക്ഷം പേരിൽ നിന്ന് 10 ലക്ഷം ഇൻറ്റു 298 പൗണ്ട് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം മേ ബി ഒരു 600 പേർക്ക് ഒരു വിസ കൊടുക്കുന്നു. അപ്പോൾ 600 പേര് ഒഴികെ ബാക്കി ഇത്രയും പേരുടെ പൈസ ഗവൺമെൻറ്റിന് ഫ്രീ ആയി കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. അതല്ല എനിക്ക് കിട്ടും എന്ന് പ്രതീക്ഷയോടെ അയക്കുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. അത് എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അയക്കണോ അയക്കണ്ടയോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമ്മളൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കിട്ടിയില്ലെങ്കിൽ അതിനകത്ത് കമൻറ്റ് ഇതെല്ലാം ഫേക്കാണ്, കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, എപ്പോഴും അതിനകത്ത് കമൻറ്റോ മെസ്സേജ് അയച്ച് ചിലപ്പോൾ നമ്മളത് കണ്ടില്ലെന്ന് വരാം, അല്ലെങ്കിൽ ഞാൻ ഡ്യൂട്ടിയിലായിരിക്കാം, വർക്കിലായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ബൈ.